ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ചില ആളുകളെ നന്മയെ തൊട്ട് തിരിച്ചു കളയാൻ സാധിക്കില്ല. നിസ്കരിക്കണ്ട എന്ന് പറയാൻ ഇബ്ലീസ് പറഞ്ഞാലും ആളുകൾ കേൾക്കാത്തവരുണ്ടായിരിക്കും. നിങ്ങൾ ഇബാദത്ത് ചെയ്യണ്ട, ദിക്ർ ചൊല്ലണ്ട, നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണ്ട, സ്വതക്ക ചെയ്യണ്ട എന്നൊക്കെ ഇബ്ലീസ് പറഞ്ഞാലും ആളുകൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പോകും. അപ്പൊ ആളുകൾ നിസ്കരിക്കും, ആളുകൾ നോമ്പെടുക്കും, ആളുകൾ ഇബാദത്ത് ചെയ്യും. അപ്പോൾ ഇബ്ലീസ് അവിടെ ചെയ്യുന്ന പണി ആ ഇബാദത്തുകളെ കൊണ്ട് ജനങ്ങളെ വഞ്ചിതരാക്കുക എന്നുള്ളതാണ്. ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളെ ഇബ്ലീസ് ആ രീതിയിൽ തന്നെ നിസ്കരിക്കണ്ട എന്ന് ഇബ്ലീസ് പറയുമ്പോഴേക്ക് അവർ അതനുസരിക്കുകയും അതേ രീതി അനുധാവനം ചെയ്യുകയും ചെയ്യും. അവർ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കും. ഇബ്ലീസിന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ തന്നെ അവർ ഇബാദത്തുകളൊക്കെ പാടെ ഒഴിവാക്കി എല്ലാ തരത്തിലുമുള്ള കളികളും വിനോദങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോകും. അവരിൽ ഇബ്ലീസിന് വലിയ കളിയുടെ ആവശ്യമില്ല. എന്നാൽ നിസ്കരിക്കുന്ന ആളുകൾ ഇബ്ലീസ് പറഞ്ഞിട്ടും പള്ളിയിൽ നിന്ന് വാങ്ങി കേൾക്കുമ്പോഴേക്ക് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമസ്കാരം ഒരു നേരത്തെ നമസ്കാരം പോലും ഖളാ ആകാൻ മനസ്സ് സമ്മതിക്കാത്ത ആളുകൾ, ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, ഉംറ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഇബാദത്തുമായി നിരന്തരം ബന്ധപ്പെടുന്നവർ, അവരെയും ഇബ്ലീസിന് വഴിപിഴപ്പിക്കണം. അതിന് ഇബ്ലീസ് കണ്ടെത്തുന്ന മാർഗം അവരുടെ ഇബാദത്ത് തന്നെയാണ്. ഇബാദത്തിലൂടെ ഇബ്ലീസ് മനുഷ്യനെ വഞ്ചിതനാക്കുന്നു. അതാണ് ഉലമാക്കളെ രേഖപ്പെടുത്തിയത്. വഇന്ന മിൻ മഖാഇദി ശൈത്താൻ അൻ യുഅരിദ അശ്ശറ ഫീ മഅറദിൽ ഖൈരി. നന്മയെ ഇബ്ലീസ് നന്മ ചെയ്യുന്ന ആളുകളിലേക്ക് കടന്നു ചെല്ലുന്നത് തിന്മയുടെ മാതൃകകൾ അവർക്ക് നന്മയായി കാണിച്ചു കൊടുക്കും. തിന്മയുടെ കാര്യങ്ങളൊക്കെ ആളുകളുടെ മുമ്പിലേക്ക് നല്ലതായി ഇബ്ലീസ് കാണിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഒരിക്കൽ ഇബ്ലീസ് കടന്നു വന്നു. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ മുമ്പിൽ നിൽക്കണം. ആളുകളുടെ മുമ്പിൽ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ജനങ്ങളുടെ സമക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇബ്ലീസ് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റൂഹല്ലാഹ്, അല്ലാഹുവിന്റെ റൂഹ് എന്നറിയപ്പെടുന്ന നബിയേ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ ഈസാ നബിയേ. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ നബിയേ. എന്തൊരു അത്ഭുതമാണ്! ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളും പറയാൻ താല്പര്യമില്ലാത്ത ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസ് റൂഹുല്ലാഹി അലൈഹി ഈസാ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, നബിയേ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അപ്പോൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു മറുപടി പറയുന്നു, ഇന്നഹാ കലിമത്തു ഹഖിൻ, അത് സത്യത്തിന്റെ വാചകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യഥാർത്ഥമായ ഹഖിന്റെ വാചകമാണ്. അത് സത്യത്തിന്റെ വാചകമാണ്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ അത് പറയുന്നവന് വലിയ പ്രതിഫലം ലഭ്യമാക്കുന്ന ഏറ്റവും വലിയ ദിക്റെന്ന പരിശുദ്ധമായ ഖുർആൻ പോലും പരിചയപ്പെടുത്തിയ മഹത്വ സുന്ദരമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ പറയാൻ എന്നോട് കൽപ്പിച്ചത് ഏറ്റവും മഹത്തമായ ദിക്റാണ്. അതിന്റെ അർത്ഥം തന്നെ അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹു ഇല്ല എന്നതാണ്. എന്നിട്ട് ഈസാ അലൈഹിസ്സലാം പറയുന്നു, വലാ അഖൂലുഹാ ബിഖൗലിക, അതെത്ര വലിയ ദിക്റാണെങ്കിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര മഹത്തമായ ദിക്റാണെങ്കിലും നീ പറഞ്ഞതിന്റെ പേരിൽ ഞാനത് പറയൂല. ഇബ്ലീസ് എന്ന നീ പറഞ്ഞ കാരണം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറയൂല. ഞാനത് ഇവിടെ വെച്ച് പറഞ്ഞാൽ ജനങ്ങളത് കേട്ടാൽ, ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന തോന്നലെനിക്ക് വന്നാലോ, ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പറച്ചിലെന്ന നിലയിൽ ഞാൻ ദിക്ർ ചൊല്ലിപ്പോയാലോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എനിക്ക് യാതൊരു പ്രതിഫലവും ലഭ്യമല്ല. അതുകൊണ്ട് നീ പറഞ്ഞതിന്റെ പേരിൽ ഞാനത് പറയൂലെന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അപ്പോൾ ഇബ്ലീസ് കടന്നു വരുന്നത് ഇബാദത്തുകളെ കൊണ്ടും ആ രീതി ഇബ്ലീസ് അവലംബിക്കും ആളുകളുടെ ഇടയിലേക്ക്. ആളുകളൊക്കെ ഇങ്ങനെ കാണുമ്പോ ജനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഇബ്ലീസ് പറയും, ഇപ്പൊ കുറച്ച് ദിക്ർ ചൊല്ലിക്കോ എന്ന്. ആളുകളൊക്കെ നോക്കുന്നുണ്ടല്ലോ, നീ ഒരു ഇബാദത്തുകാരനാണ്, നീ ഒരു
വലിയ ആബിദാണ്, ആലിമാണ് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കിക്കോട്ടെ. അപ്പോൾ തസ്ബീഹ് മാല ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചാൽ അത് നല്ലതാണ് എന്ന് ഇബ്ലീസ് ചിലപ്പോൾ പറഞ്ഞു തരും. അപ്പോൾ ആ രീതി അവലംബിച്ചാൽ, അല്ലെങ്കിൽ മനസ്സിൽ അതാണ് ചിന്ത വരുന്നതെങ്കിൽ ദിക്റുകൾ ഇബ്ലീസ് വഞ്ചിക്കും. അതാണ് ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് ഇബ്ലീസ് കടന്നു പോകുന്നത്. ദിക്ർ ചൊല്ലണ്ട എന്ന് പറയൽ അത് കേൾക്കുന്ന ആളുകൾ വളരെ കുറവാണ്. നിങ്ങളിപ്പോൾ ദിക്ർ ചൊല്ലണ്ട, ഇപ്പോൾ നമുക്ക് ഫോണിലൊക്കെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു പക്ഷം ആളുകളുണ്ട്. എന്നാൽ അതിനേക്കാൾ ആളുകൾ എന്ത് ചെയ്യും? ദിക്ർ ചൊല്ലാൻ വേണ്ടി സംജാതമാകും. അവൾ തസ്ബീഹമാലെടുക്കും, അല്ലെങ്കിൽ അവൻ നടന്നു പോകുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് നടക്കും. അപ്പോൾ ഇബ്ലീസ് പറയും, ഇച്ചിരൂടി ഉറക്കം ചൊല്ലാം, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ കാണുന്നുണ്ടല്ലോ, ഒന്നുകൂടി ഉറക്കം ഉഷാറായിട്ട് ചൊല്ലണം. അപ്പോൾ ആ രീതി അവലംബിച്ചാൽ, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഇബ്ലീസ് കൊണ്ടുവരുമ്പോൾ ആ ദിക്ർ കൊണ്ട് ഏറ്റവും വലിയ ദോഷം ഉണ്ടായിത്തീരും. അതാണ് ഇബ്ലീസ് കൊണ്ടുവരുന്ന ഒരു മാർഗം. അല്ലെങ്കിൽ ഇബ്ലീസ് പറയും, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം ഇബ്ലീസ് പൊലിപ്പിച്ച് കാണിക്കും. അങ്ങനെ ഇബ്ലീസ് മനുഷ്യന്മാരെ വഞ്ചിക്കും. അതായത് 5 വഖത്ത് പള്ളിയിൽ വന്ന് കൃത്യമായി ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളുകളോട്, സുബഹി അടക്കം ജമാഅത്തായിട്ട് നമസ്കാരത്തിന് വരുന്ന ആളുകളുടെ മുമ്പിൽ ഇബ്ലീസ് വലിയ ഒരു സ്വർഗീയ കമാനത്തിന്റെ വാതിലിന്റെ ഗോപുരം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നമുക്കിതൊക്കെ അല്ലാഹു തആല ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരാ? നമ്മൾ നിസ്സാരക്കാരാണോ? പള്ളിയിൽ നിന്ന് ഹയ്യാ സ്വലാ കേൾക്കുമ്പോഴേക്ക് പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളല്ലേ? ഒന്നുമില്ലെങ്കിലും നിസ്കാരം അതായിട്ട് നിസ്കരിക്കുന്നവരല്ലേ നിങ്ങൾ എന്ന് ഇബ്ലീസ് ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കും. അപ്പൊ ആ പൊലിവിങ്ങനെ മനസ്സിലേക്ക് കയറും. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് തോന്നും, ഞാനൊരു സാധാരണക്കാരനല്ല, ഞാനൊരു സാധാരണക്കാരനായ ആളല്ലല്ലോ, ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്ന, കൃത്യമായി നിസ്കാരം ഖളാ ആകാതെ കൊണ്ടുപോകുന്ന ഒരാളാണല്ലോ. ഒരു പൊലിവ് നമ്മുടെ മനസ്സിൽ തോന്നും ഇബാദത്തിനെ കുറിച്ച്. ഞാൻ നിസ്സാരക്കാരനല്ലാതെ തോന്നിപ്പിക്കും. സ്വന്തം മനസ്സിലേക്ക് അവനവനെ കുറിച്ചുള്ള ധാരണ ഇബ്ലീസ് പൊലിപ്പിച്ചു നൽകും.